ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് IT ഇൻഡസ്ട്രി ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് ആണ്. ഓക്കെ, ഈ ടോപ്പിക്കിൽ മെയിൻലി നമ്മളെന്ന് പറയുന്നത് ഇപ്പം വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലോകം ഡിജിറ്റൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ടെക്നോളജീസും എന്താണ്, ഓരോ നമുക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ എന്താണ് ടെക്നോളജിക്കൽ ടേംസിൽ എന്താണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം IT ടേമിൽ ഐ ടി സെക്ടറിൽ ഇപ്പോഴുള്ള പുതിയ ഓരോ ജോബ്സ് വരുന്നുണ്ടല്ലോ. IT സെക്ടറിലുള്ള ഈ ജോബ്സ് എന്ന് പറയുന്നത് ഇനി ഫ്യൂച്ചറിൽ വരുമ്പോഴത്തേക്കും അവർക്ക് എന്താണ് ഇപ്പോൾ ഉള്ള അതേ ജോബ്സും അവർക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സ്ട്രാ കുറച്ച് ജോബ്സ് കൂടി അവിടെ വരും. അതായത് ഇവിടെ നമുക്ക് ഇവല്യൂഷനും അതുപോലെ തന്നെ ജോബ്സിൽ ട്രാൻസ്ഫോർമേഷൻസും വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ ട്രാൻസ്ഫോർമേഷനും എവല്യൂഷനും വരുന്നുണ്ട്. സോ ഇപ്പോൾ ഫ്യൂച്ചർ ജോബ്സിൽ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ജോബ്സ് ഉണ്ടല്ലോ. ഈ ജോബ്സ് തന്നെ ഫ്യൂച്ചറിലും ഉണ്ടായിരിക്കും. ബട്ട് ഈ ജോബ്സിൻ്റെ അവരുടെ റെസ്പോൺസിബിലിറ്റീസും ടാസ്കുകളും എന്ത് ചെയ്യും, ഓരോ സെക്ഷൻ കഴിയുമ്പോഴും അവരുടെ റെസ്പോൺസിബിലിറ്റീസും ടാസ്കുകളും എന്ത് ചെയ്യും, ടൈം ചേഞ്ച് ചെയ്യുന്നത് അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ജോബ് റോളുണ്ട്. എന്താണ്, സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ജോബാണ്. എന്താണ് ഒരു സെക്യൂരിറ്റി അനലിസ്റ്റ് ചെയ്യുന്നത്? ആ ഇൻഡിവിജ്വൽ എന്താണ്, ഇൻഫർമേഷനെ സെക്യൂർ ചെയ്യുന്നു, ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടൂൾസിനെ സെക്യൂർ ചെയ്യുന്നു, അതുപോലെ തന്നെ ത്രെഡ്സിനെ കുറിച്ച് പഠിക്കുന്നു, വൾണറബിലിറ്റീസ്, ആ സോഫ്റ്റ്വെയർ ഫേസ് ചെയ്യുന്ന വൾണറബിലിറ്റീസ് എന്തൊക്കെയാണ് അത് ട്രേസ് ചെയ്യുന്നു, ദെൻ ഓരോ ഇൻസിഡൻസിന് റെസ്പോണ്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ജോബ്സാണല്ലോ നോർമലി ഒരു സെക്യൂരിറ്റി അനലിസ്റ്റിൻ്റെ ജോബ് എന്ന് പറയുന്നത്. പക്ഷേ ഫ്യൂച്ചറിൽ ഈ ജോബിൻ്റെ റോള് എന്തെന്ന് ചെയ്യും, ചേഞ്ച് ചെയ്യും. കാരണം ഇപ്പം അനലിസ്റ്റ് എന്തൊക്കെ റോളാണോ പെർഫോം ചെയ്യുന്നത് ആ റോളൊക്കെ ആ സെയിം ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. പക്ഷേ പുതിയ സ്കിൽസും അതുപോലെ തന്നെ ടെക്നോളജീസും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ അനലിസ്റ്റിന് ഒരുപാട് പുതിയ സ്കിൽസും റിക്വയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കീ ജോബ് റോൾസാണ്. അതായത് ഫ്യൂച്ചറിൽ IT സെക്ഷനിൽ വരുന്ന ജോബ്സിൻ്റെ കീ ജോബ് റോൾസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ നാല് ഡിഫറെൻറ്റ് IT സെക്ടറിൻ്റെ ഡിഫറെൻറ്റ് സ്ഫിയേഴ്സിൽ 4 ഡിഫറെൻറ്റ് സ്ഫിയേഴ്സ് ഓഫ് IT സ്ട്രക്ചർ, അതായത് ഫ്യൂച്ചറിൽ വരുന്ന IT ജോബ്സിൻ്റെ 4 ഡിഫറെൻറ്റ് സ്ഫിയേഴ്സാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ, ഡെവലപ്മെൻറ്റ്, സെക്യൂരിറ്റി ആൻഡ് ലാസ്റ്റ് വൺ ഡേറ്റ. സോ ഇതെല്ലാം എന്താണ്, ഓരോ ടൈം കഴിയുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഇൻ IT ഇൻഫ്രാസ്ട്രക്ചർ. ഇത് 4 നമ്മൾ പഠിച്ചില്ലേ, 4 കീ ജോബ് റോൾസ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. IT സ്ഫിയേഴ്സ്, IT സെക്ടറിനെ 4 സ്ഫിയേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, ഡെവലപ്മെൻറ്റ്, സെക്യൂരിറ്റി, ഡേറ്റ. അതിൽ ഫസ്റ്റ് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഇൻ IT ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫ്രാസ്ട്രക്ചറിലെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒരു അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ സപ്പോർട്ട് തൊട്ടിട്ട് സർവീസ് ഡെസ്ക് വരെ വരുന്നുണ്ട്. അതിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് ഒരു ഹെൽപ്പ് ഡെസ്കും വരുന്നുണ്ട്. ടെക്നിക്കൽ സപ്പോർട്ടിൽ തുടങ്ങി ഹെൽപ്പ് ഡെസ്കിൽ പോയി ദെൻ സർവീസ് ഡെസ്ക് വർക്കർ വരെയാണ് ഇവിടെ വരുന്നത്. ദെൻ ഇനി ഈ ഓരോ സെക്ടറിൻ്റെയും ഈ ഓരോ സപ്പോർട്ടിൻ്റെയും വർക്കുകൾ റോൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ടെക്നിക്കൽ സപ്പോർട്ടർ ആണെങ്കിൽ, ടെക്നിക്കൽ സപ്പോർട്ടർ എന്ന് പറയുന്നത് IT സർവീസ് മാനേജർ, അതായത് ITSM, IT സർവീസ് മാനേജറിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അവരുടെ ജോബിൻ്റെ റോളെന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ഫിക്സ് മാത്രമല്ല. ഒരു ടെക്നിക്കൽ സപ്പോർട്ടർ എന്ന് പറയുന്നത് ടെക്നിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സോഫ്റ്റ്വെയറിനെ സപ്പോർട്ട് ചെയ്യുന്നു. ദെൻ അവരുടെ ജോബ് റോളെന്ന് പറയുന്നത് ഒരു ബ്രേക്ക് ഫിക്സ് സപ്പോർട്ടിൽ മാത്രമല്ല വരുന്നത്. പകരം എന്താണ്, അവർക്ക് ജോബ്സ് ഒരു PC സപ്പോർട്ട് തൊട്ടിട്ട് നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ടിംഗ് വരെയുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഡിവൈസസ് സപ്പോർട്ട്, ലോഗിൻ ആൻഡ് ഒതൻറ്റിക്കേഷൻ സപ്പോർട്ട്, സൊഫിസ്റ്റിക്കേറ്റഡ് ട്രബിൾ ഷൂട്ടിംഗ്. ഇതെന്ന് പറയുന്ന ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ജോബാണ് ടെക്നിക്കൽ സപ്പോർട്ടർ എന്ന് പറയുന്നത്. അപ്പം കമ്പനീസിൻ്റെ എല്ലാ നീഡ്സും എന്ത് ചെയ്യണം, ഇവർ ഫുൾഫിൽ ചെയ്യണം. ഇൻറ്റേർണൽ IT വർക്കേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഒരു കമ്പനിയുടെ എല്ലാ ടാസ്കുകളും എന്ത് ചെയ്യുന്നത്, ഫുൾഫിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ സർവീസ് പ്രൊവൈഡറിൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന IT വർക്കേഴ്സ് ആയിരിക്കും ഇവരുടെ ടാസ്കുകളൊക്കെ എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ
ക്ലൗഡ് എന്താ, നമ്മുടെ മെമ്മറി സ്പേസ് റെഡ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലൗഡിൽ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യത്തില്ലേ, ഒരു മെമ്മറി പോലെ തന്നെ ക്ലൗഡ് യൂസ് ചെയ്യുന്നില്ലേ. അപ്പം ഈ ക്ലൗഡ് യൂസ് ചെയ്തിട്ടാണ് ഒരുപാട് ജോബ്സും എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഈ ക്ലൗഡ് സേവ് വർക്കേഴ്സിന് ക്ലൗഡിനെ സേവ് ചെയ്യുന്ന വർക്കേഴ്സ് എന്താണ്, വളരെ കുറവാണ്. സോ കമ്പനീസ് എന്താണ് സർവീസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനീസിന് ക്ലൗഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ സ്കിൽഡ് വർക്കേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അത് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. ദെൻ ഈ സ്ഫിയറിൽ വരുന്ന അഡീഷണൽ ജോബ് റോൾസ് ഇനി എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. സിസ്റ്റം എഞ്ചിനീയർ, ക്ലൗഡ് വിർച്വലൈസേഷൻ എഞ്ചിനീയർ, ലിനക്സ് അഡ്മിനിസ്ട്രേറ്റർ, ക്ലൗഡ് ആർക്കിടെക്ചർ, ഇങ്ങനെയൊക്കെയുള്ള ജോബ്സും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ അഡീഷണലായിട്ട് വരുന്ന കുറച്ച് അഡീഷണൽ ജോബ് റോൾസ് ഇൻ ദി സ്ഫിയർ ഓഫ് ഇൻഫ്രാസ്ട്രക്ചറാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇത്രയും ഏതൊക്കെ, സിസ്റ്റം എഞ്ചിനീയർ, ക്ലൗഡ് വിർച്വലൈസേഷൻ എഞ്ചിനീയർ, ലിനക്സ് അഡ്മിനിസ്ട്രേറ്റർ, ക്ലൗഡ് ആർക്കിടെക്ട്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് പോയിൻറ്റ്, ഓപ്പർച്യൂണിറ്റീസ് ഇൻ, ആദ്യം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പഠിച്ചു. ദെൻ ഓപ്പർച്യൂണിറ്റീസ് ഇൻ IT ഡെവലപ്മെൻ്റ് ആണ് ഇനി പഠിക്കാൻ പോകുന്നത്. IT ഡെവലപ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് ഒരു ഡേറ്റ പ്രോഗ്രാമർ തൊട്ടിട്ട് ഓട്ടോമേഷൻ ഡെവലപ്പർ വരെയും, അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പർ തൊട്ടിട്ട് ഒരു ക്ലൗഡ് ഡെവലപ്പർ വരെയായിരിക്കും ഇവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, IT ഡെവലപ്മെൻറ്റിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ ഇനി ഒരു ഡേറ്റ പ്രോഗ്രാമറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞില്ലേ, ഡേറ്റ പ്രോഗ്രാമറിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലുള്ള ഡേറ്റേനെ അനലൈസ് ചെയ്യുക, ദെൻ ബിസിനസ് പ്രോബ്ലംസിനെ കൺസിഡർ ചെയ്യുക, ഡേറ്റേനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, ദെൻ ഈ ഇൻ്റർപ്രറ്റ് ചെയ്ത ഡേറ്റാനെ ഇൻഫർമേഷനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇത്രയുമാണ് ഒരു ഡേറ്റ പ്രോഗ്രാമറിൻ്റെ റോൾ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് ഓട്ടോമേഷൻ ഡെവലപ്പർ എന്ന് പറയുന്നത്. ഒരു ഓട്ടോമേഷൻ ഡെവലപ്പർ എന്ന് പറയുന്നത് ഒരു വർക്ക് സ്പേസിലുള്ള ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ഓട്ടോമാറ്റിക്കലി, അതായത് എന്തെങ്കിലും ഒരു ഇപ്പം ഓട്ടോമേറ്റ് ചെയ്യുക എന്ന് പറയില്ലേ, അതായത് വർക്ക് പ്ലേസിലുള്ള എന്തെങ്കിലും ജോബ്സ്, എന്തെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിൽ അതിനെ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓട്ടോമേഷൻ ഡെവലപ്പർ എന്ന് പറയുന്നത്. ഈ ഓട്ടോമേഷൻ നമ്മൾ പറയുന്നു, ഇനി നമ്മൾ വരുന്നത് അടുത്ത കുറേ വർഷങ്ങൾ കഴിയുമ്പം നമ്മുടെ ഒരു മെഷീൻ വേൾഡ് ആകുമെന്ന് പറയുക. അതായത് എല്ലാം ഓട്ടോമേറ്റ് ചെയ്യിക്കും, എല്ലാം പെർഫോം ചെയ്യുന്നത് മെഷീൻസ് അല്ലെങ്കിൽ ഓരോ സോഫ്റ്റ്വെയർസ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. സോ ഫ്യൂച്ചറിൽ ഈ റോളിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ജോബ് റോളാണ് ഓട്ടോമേഷൻ ഡെവലപ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് AI ഡെവലപ്പർ. എന്താണ് AI? AI ഈസ് ഷോർട്ട് ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്താണ്, ഫ്യൂച്ചറിൽ വരുന്ന ഒരു ജോബാണ്. എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് പർപ്പസസിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സർവീസസ്, AIയുടെ സർവീസസ് ഇൻക്ലൂഡ് ചെയ്യിക്കുമ്പോഴത്തേക്കും ആയിരിക്കും ഇവർക്ക് എന്ത് വരുന്നത്, ഇമ്പോർട്ടൻസ് വരുന്നത്. ദെൻ ഇവിടെ മെയിൻലി AI ഡെവലപ്പർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് എന്ന് പറയുന്നത് പൈത്തൺ, C++, ജാവ, പ്രൊലോഗ് ആൻഡ് ലിസ്പ്. അത്രയും ലാംഗ്വേജ്, ലിസ്പ് അത്രയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവർ മെയിൻലി യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് ജോബാണ് ക്ലൗഡ് ഡെവലപ്പർ എന്ന് പറയുന്നത്. ക്ലൗഡ് ഡെവലപ്പർ എന്താ, ക്ലൗഡ് ഡെവലപ്പർ എന്ന് പറയുന്നത് ക്ലൗഡ് ഡെവലപ്പറാണ്. നമ്മൾ പറഞ്ഞു എല്ലാ ഓപ്പറേഷൻസും ക്ലൗഡിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഇവിടുത്തെ എന്താണ്, വർക്കേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ലാക്ക് ഓഫ് വർക്കേഴ്സാണ് ഇവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. ക്ലൗഡ് ഡെവലപ്പർ എന്ന് പറയുന്നത് ക്ലൗഡ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലൗഡ് ടെക്സ് യൂസ് ചെയ്യുന്നവർ. ഏതൊക്കെയാണ് എക്സിസ്റ്റിംഗ് ക്ലൗഡ് ടെക് ഏതൊക്കെയാണ്? ആമസോൺ വെബ് സർവീസ്, അഷ്യൂർ, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, ഇങ്ങനെയുള്ള ക്ലൗഡ് ടെക്കുകളിലെ പുതിയ സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലൗഡ് ഡെവലപ്പറിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്, IT സെക്യൂരിറ്റി അല്ലേ നമ്മൾ നോക്കിയത്. ഓപ്പർച്യൂണിറ്റീസ് ഇൻ IT സെക്യൂരിറ്റി എന്താണെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ മൂന്ന് ടേംസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെക്യൂരിറ്റി അനലിസ്റ്റ്, വൾനറബിലിറ്റി അക്സസർ, ബിസിനസ് കണ്ടിന്യൂറ്റി ഓർ ഡിസാസ്റ്റർ ഡിസ്കവറി. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ എന്താണ്, സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ടീം വർക്കറാണ്. അതായത് ഹാക്കേഴ്സ്, സെക്യൂരിറ്റി അനലിസ്റ്റ്, അതായത് സെക്യൂരിറ്റീനെ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ സെക്യൂരിറ്റീനെ അനലൈസ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മുടെ നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഹാക്കേഴ്സ് വരുന്നുണ്ടോ, നെറ്റ്വർക്കിൽ നിന്നും എന്തെങ്കിലും ഇൻഫർമേഷൻസ്
എന്താണ് ഡാമേജ് ആയി പോകുന്നുണ്ടോ, അതിൻ്റെ ഒരു അൺഓതറൈസ്ഡ് ആക്സസ്, അതായത് എന്താണ് അവകാശമില്ലാത്ത ഒരാൾ നമ്മുടെ ഡേറ്റാനെ ആക്സസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ സിസ്റ്റത്തിനെ ഹാക്കേഴ്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളാണ് സെക്യൂരിറ്റി അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഹാക്കേഴ്സിനെ എന്താണ് സിസ്റ്റത്തിനെ ഹാക്കേഴ്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതാണ് ഒരു സെക്യൂരിറ്റി അനലിസ്റ്റിൻ്റെ ജോബ് എന്ന് പറയുന്നത്. ദെൻ ഇവരെ നമ്മളൊരു ബ്ലൂ ടീം വർക്കർ എന്നാണ് പറയുന്നത്. ബ്ലൂ ടീം വർക്കർ എന്നാണ് സെക്യൂരിറ്റി അനലിസ്റ്റിനെ പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് വൾണറബിലിറ്റി ആക്സസർ എന്ന് പറയുന്നത്. വൾണറബിലിറ്റി ആക്സസർ എന്ന് പറയുന്നത് ഒരു പെനട്രേഷൻ ടെസ്റ്റർ. ഈ ആക്സസേഴ്സിനെ നമ്മൾ റെഡ് ടീം എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ എന്ന് പറയുന്നത് ഇൻകേർഷൻസ്, ഒരു സിസ്റ്റത്തിലുള്ള ഇൻകേർഷൻസ് ടെസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് എവിടെയാണ് നമ്മൾ ഫെയിലായത്, ഏത് സെക്ഷനിലാണ് നമ്മൾ ഈ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ നിന്നും നമ്മൾ ഫെയിലായി പോയത് എന്ന് അനലൈസ് ചെയ്യുന്നതാണ് വൾണറബിലിറ്റി ആക്സസർ എന്ന് പറയുന്നത്. ഒരു സിസ്റ്റത്തിന് എവിടെയാണ് ഇൻകേർഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഹാക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് ഒരു സിസ്റ്റത്തിന് എവിടെ വെച്ചാണ് സംഭവിച്ചത് എന്നും ദെൻ ഈ ഡിഫെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റം എപ്പോഴാണ് ഇതിനെ ഓരോ അറ്റാക്സുമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നതിൽ ഒരു സിസ്റ്റം എപ്പോഴാണ് ഫെയിലായി പോയത് എന്ന് അനലൈസ് ചെയ്യുന്നതാണ് ഒരു വൾണറബിലിറ്റി ആക്സസർ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വണ്ണാണ് ബിസിനസ് കണ്ടിന്യൂറ്റി ഓർ ഡിസാസ്റ്റർ ഡിസ്കവറി. ഈ ജോബ് എന്ന് പറയുന്നത് എന്താണ്, ഫേംസ് പ്ലാൻസിനെ അതുപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇവൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ഫേംസിനെ ഹെൽപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസാസ്റ്റർ ഡിസ്കവറി യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇവൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ഡിസാസ്റ്റേഴ്സിൻ്റെ കേസിലാണ് ഈ അതിൽ നിന്നുള്ള റിക്കവറി, അതിൽ നിന്ന് നമ്മൾ പുറത്തു വരാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബിസിനസ് കണ്ടിന്യൂറ്റി ഓർ ഡിസാസ്റ്റർ റിക്കവറി എന്ന് പറയുന്നത്. ഡിസാസ്റ്ററിനെ എന്താണോ അവിടെ വന്ന ഡിസാസ്റ്റർ, എന്താണോ അവിടെ വന്ന ഒരു എന്താണ് ത്രെട്ട് എന്താണോ അവിടെ വന്നത്, അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്ത് വന്ന് ബിസിനസ്സിനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അങ്ങനെയുള്ളൊരു ടീമാണ് ഈ ജോബിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് വണ്ണാണ് ഡേറ്റ നമ്മൾ പഠിച്ചത്, ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ സ്ഫിയർ ഓഫ് ഡേറ്റ. ഇവിടുത്തെ ജോബ് റോൾസ് എന്ന് പറയുന്നത് അനലിറ്റിക്സിൽ, ബിഗ് ഡേറ്റ ജോബ്സ്, സ്മോൾ ഡേറ്റ ജോബ്സ്, ഈ 3 ഫീൽഡുകളിലായിരിക്കും ഇവരുടെ ജോബ് റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എസെൻഷ്യൽ IT ഫങ്ഷൻസിൻ്റെ അല്ലാതെ എന്താണ് അവിടെ IT ഫങ്ഷൻസ് അല്ലാതെ കുറേ എസെൻഷ്യൽ ജോബ്സ്, IT ഫങ്ഷൻ അല്ലാതെ കുറേ എസെൻഷ്യൽ ജോബ്സ് വരുന്നുണ്ട്. അതായത് പ്രൊജക്റ്റ് മാനേജറൊക്കെ പോലെ തന്നെ. പ്രൊജക്റ്റ് മാനേജർ IT ഫങ്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല, പക്ഷേങ്കിൽ അതൊരു എസെൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്ക് റോളാണ്. സോ ഇനി വരുന്ന കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റ് മാനേജറിന് എന്താണ്, ഒരു പ്രൊജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു, ട്രാക്ക് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ്സ് വരും. ദെൻ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് കമ്പനീസ് ഒരു പ്രൊജക്റ്റ് മാനേജറിലാണ് ടീമും, അതായത് ടൈം ടു മാർക്കറ്റിൻ്റെ സ്പീഡ്, എപ്പോഴാണോ ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നതിൻ്റെ സ്പീഡ് എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് ഒരു പ്രൊജക്റ്റ് മാനേജറാണ്. സോ പ്രൊജക്റ്റ് മാനേജർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ജോബാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ IT ഇൻഡസ്ട്രി, ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ 4 ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ത്രെഡ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, IT ഇൻഡസ്ട്രിയിൽ വരുന്ന ത്രെഡ്സിനെ കുറിച്ചാണ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.